നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾറെഡി പരമ്പര 2-0 ജയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് നടക്കുന്ന മൂന്നാം മത്സരം ഒരു ഡെഡ് റബ്ബറാണ്. പക്ഷേ 2027 വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻ എന്ന നിലയ്ക്ക് ഈ കളിക്കൊക്കെ പ്രാധാന്യമുണ്ട്. ഇന്ന് ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം 1:30 ഇന്ത്യ ചെന്നൈയിൽ അഫ്ഗാനിസ്ഥാനെ നേരിടുന്നത്. ഈ മത്സരത്തിന് ടീമിൻ്റെ ലൈനപ്പിലൊക്കെ മാറ്റമുണ്ടാകും എന്ന്, പ്ലേയിങ് ലെവലിൽ മാറ്റമുണ്ടാകും എന്ന് റയാൻ ടെൻഡോഷെ, ഇന്ത്യയുടെ കോച്ച്, അതായത് അസിസ്റ്റൻ്റ് കോച്ച്, ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത്, തീർച്ചയായിട്ടും ഞങ്ങൾ കുറച്ച് ചേഞ്ചസ്, ആദ്യത്തെ 2 മത്സരങ്ങളുടെ പ്ലേയിങ് ലെവലിൽ നിന്ന് ചില ചേഞ്ചസ് നടത്തും. അത് ഈ ഒരു ബ്രീഫ് സീരീസ് അല്ലേ, അപ്പം ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമുക്ക് പരീക്ഷിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. പിന്നെ അദ്ദേഹം കുറച്ചുകൂടി വ്യക്തത വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. KL നമ്പർ 3 ബാറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെ യശസ്വിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഞങ്ങൾക്ക് അവനെ പരീക്ഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിതീഷിന് ഒരവസരം കൊടുക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ച് ടീമിൽ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം എന്നർത്ഥം. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബബിൾ 11 എങ്ങനെയാവും എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ ഇവർ തന്നെ ഓപ്പൺ ചെയ്യും. പിന്നാലെ ശുഭ്മൻ ഗിൽ വരും. അപ്പോൾ നമ്പർ 3 KL വരൂല, ശുഭ്മൻ തന്നെ തുടരും എന്നർത്ഥം. ദെൻ ഇഷാൻ കിഷൻ. നമ്പർ 5 ശ്രേയസ് അയ്യരോ അല്ലെങ്കിൽ KL രാഹുലോ കളിക്കും. നമ്പർ 6 വാഷിംഗ്ടൺ സുന്ദർ. ദെൻ നിതീഷ് കുമാർ റെഡ്ഡി. കുൽദീപ് യാദവോ ഹർഷ് ട്യൂബയോ. അപ്പോൾ അതിൽ ഒരു തീർച്ച വരുത്തേണ്ടതുണ്ട്. അതായത് ലെഫ്റ്റ് ആം ഫിംഗർ സ്പിന്ന് വേണോ അതല്ല ലെഫ്റ്റ് ആം റിസ്റ്റ് സ്പിന്ന് വേണോ എന്നുള്ള ചോദ്യം. അവിടെ ഒരു മാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. ദെൻ ഗുർനൂർ ബ്രാർ, അതുപോലെ തന്നെ അടുത്ത 10ാം നമ്പർ 11ാം നമ്പർ ആ ഒരു പൊസിഷനിൽ ഈ പറയുന്ന പ്രിൻസ് യാദവ്, പ്രസിദ്ധ് കൃഷ്ണ, ഹർഷ്ദീപ് സിംഗ്, ഹർഷിദറാണ്. അതിൽ 4-ൽ 2 പേര് കളിക്കും. ഹർഷിദിനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ടോപ്പ് ലെവൽ മാച്ചിന് വിടുമോ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ലെവൽ ക്രിക്കറ്റിലേക്ക് വിടുമോ? പരിക്കൊക്കെ മാറി വന്നിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ശരിയാണ്, എന്നാൽ പോലും കളിപ്പിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. മറുഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ്റെ പ്ലേയിങ് ലെവലിൽ റഹ്മാനുള്ള ഗുർബാസ്, ഇബ്രാഹിം സത്രൻ, സദിഖുള്ള അതുൽ, റഹ്മത്ത് ഷാ, ഹഷ്മത്തുള്ള ഷാഹീദി, മുഹമ്മദ് നബി അല്ലെങ്കിൽ ഡോറിഷ് റസൂലി, അങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. ദെൻ അസ്മത്തുള്ള ഒമർസായി അല്ലെങ്കിൽ ബിലാൽ സമി, റാഷിദ് ഖാന്, അതുപോലെ കഴോട്ടി, അല്ല ഗസൻഫർ, മുഹമ്മദ് സലീം. ഇതാണ് അവരുടെ ഒരു പ്ലേയിങ് ലെവൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആദ്യ 2 മത്സരങ്ങളും ഗംഭീരമായി വിജയിച്ചുകൊണ്ട് തന്നെ ഈ കളിയിലും വിജയിച്ചുകൊണ്ട് പരമ്പര തൂത്തുപാരാനായിരിക്കും ടീം ഇന്ത്യ ശ്രമിക്കുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.